കയ്യിൽ പുള്ളുവൻകുടവും നാവിൽ പുള്ളുവൻ പാട്ടുമായി ഗ്രാമങ്ങളിൽ വീട് കയറിയിറങ്ങി നടന്നിരുന്ന പുള്ളുവന്മാരുടെ ഒരു കാലമുണ്ടായിരുന്നു. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മാത്രമാണ് ഇന്ന് പുള്ളുവൻ പാട്ട് നിലനിൽക്കുന്നത്. ജാതിയോ മതമോ നോക്കാതെ പുള്ളുവൻ പാട്ട് പാടി വൈറലായി ഒരു പെൺകുട്ടിയുണ്ട് തൃശ്ശൂരിൽ. മുളങ്കുന്നത്തുകാവിൽ ഏഞ്ചൽ ജോഷിയാണ് വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്നത്. നടവഴികളിൽ കോറിയിട്ട നാടൻപാട്ടിൻ്റെ ഈണം, നടവരമ്പ് പോലെ കെട്ടുപിണഞ്ഞ് ഐതിഹ്യം, ദുരിതമകറ്റാൻ സർപ്പപ്രീതിക്കായി പുള്ളുവൻകുടവും കയ്യിലേന്തി വീടുകൾ തോറും എത്തുന്ന മനുഷ്യർ. ഓർമ്മകളിൽ അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. ആ കാലം അതേപടി തിരിച്ചു കൊണ്ടുവരാനാകില്ലെങ്കിലും പുള്ളുവൻ പാട്ടിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഏഞ്ചൽ ജോഷി. എന്നാൽ കയ്യടികൾക്കിടയിലും വർഗീയ വിഷം ചീറ്റുന്ന ചിലർ കടുത്ത സൈബർ ആക്രമണമാണ് ഈ കലാകാരിക്ക് നേരെ നടത്തുന്നത്. കേരളോത്സവത്തിൽ മത്സരത്തിന് വേണ്ടിയാണ് ഏഞ്ചൽ പുള്ളുവൻകുടം കയ്യിലേന്തിയത്. നാടൻപാട്ട് കലാകാരനും അയൽവാസിയുമായ പ്രണവാണ് ആഗ്രഹത്തിന് കോട്ട്. കേരളോത്സവ വേദിയിലെ പുള്ളുവൻ പാട്ടിൻ്റെ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. വീഡിയോ വൈറലായി. 2 മില്യണിലധികം ആളുകൾ ചുരുങ്ങിയ സമയം കൊണ്ട് വീഡിയോ കണ്ടുകഴിഞ്ഞു. എങ്കിലും പ്രശംസയ്ക്ക് പിന്നാലെ വിദ്വേഷം നിറഞ്ഞ പ്രതികരണങ്ങളും ശക്തമായി. ക്രിസ്ത്യാനി പെൺകുട്ടി പുള്ളുവൻ പാട്ട് പാടിയത് ശരിയല്ലെന്നായിരുന്നു ചിലരുടെ പ്രതികരണം. ക്രിസ്ത്യൻ വിശ്വാസികൾ പുള്ളുവൻ പാട്ട് പാടരുതെന്ന് മാത്രമല്ല, ഹിന്ദുക്കളിൽ പുള്ളുവന്മാർ മാത്രമേ പാടാവൂ എന്നായിരുന്നു വിമർശനങ്ങൾ. പക്ഷേ ആഗ്രഹത്തിനൊപ്പം കഠിനപ്രയത്നം കൊണ്ട് പഠിച്ചെടുത്ത കഴിവ് വിട്ടുകളയാൻ ഏഞ്ചൽ ഒരുക്കമല്ല. FCI ജീവനക്കാരനായ ജോഷിയുടെയും അഭിഭാഷക സോഭിയുടെയും മകളാണ് ഏഞ്ചൽ. കലയ്ക്ക് ജാതിയോ മതമോ ഇല്ലെന്ന് പ്രഖ്യാപിച്ച് ഏഞ്ചലിന് പിന്തുണയുമായി കുടുംബം ഒപ്പമുണ്ട്. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.